ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ നാടൻ ചമ്മന്തിയാണ്. അതിനാവശ്യമായ കുറച്ച് വറ്റൽമുളക് വേണം, പിന്നെ ചെറിയ ഉള്ളി വേണം, കുറച്ച് ഇഞ്ചി വേണം, കുറച്ച് വാളംപുളി വേണം, പിന്നെ നമുക്ക് വറ്റൽമുളക് വേണം, പിന്നെ കരിവേപ്പില വേണം. ഇത്രയും ഐറ്റമാണ് നമുക്ക് ഇന്നത്തെ നാടൻ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ആ ചെറിയ ഉള്ളി ഇട്ടൊന്ന് ചെറുതായി വാട്ടിയെടുക്കാം. ചെറുതായി ഒന്ന് വാടിയ ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഒന്ന് ചെറുതായി വാടിയ ശേഷം നമുക്ക് ഇഞ്ചിയും അതിലേക്ക് ആഡ് ചെയ്യാം. വറ്റൽമുളക് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ട ശേഷം നമുക്ക് ഒന്ന് വേറെ ഇതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് ചൂടാറിയ ശേഷം ആ കരിവേപ്പിലയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നന്നായി അരച്ചെടുക്കാം. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പിന്നെ കപ്പൻ്റെ കൂടെയും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ നാടൻ ചമ്മന്തി. അങ്ങനെ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ നാടൻ ചമ്മന്തി. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന കപ്പയും ചമ്മന്തിയും ഒരു ഗ്ലാസ് ചായയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേപോലെ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഇത്. ഈ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? അടുത്ത വീഡിയോസുമായി നമുക്ക് കാണാം.